പറയുകയാ, തലസിലും താതുരാശിയിലും തന്റെ പേരിലും തത്രതിയിലും താമോദരത്തിലും തപ്പിത്തടഞ്ഞ തത്വബോധത്താൽ തവരമാക്കി താരമായി മാറിയ മദീനയിലെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നീ അല്ലാഹുവിൽ പരമേൽപ്പിച്ചാൽ നിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന 8 പ്രതിഫലങ്ങളിൽ ഒന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഇഷ്ടം നിനക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, അല്ലാഹു ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലുണ്ടല്ലോ കിട്ടുന്ന ഭാഗ്യം എന്താണെന്നറിയുമോ മുഅ്മിനീങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാ, വിളിച്ചിട്ട് പറയുകയാണ്, ജിബ്രീലേ, ഇന്ന നാട്ടിലെ ഇന്നയാളെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ജിബ്രീലേ, ഇന്ന നാട്ടിലെ ഇന്നയാളെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ജിബ്രീലേ, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടല്ലോ മലക്കുകളുടെ മുമ്പിലേക്ക് കടന്നു വരികയാം. അങ്ങനെ കടന്നു വന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇന്ന നാട്ടിലെ ഇന്നയാളെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുമ്പോൾ, അങ്ങനെ മലക്കുകളും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മനുഷ്യനെ മലക്കുകളും ഇഷ്ടപ്പെടുകയാ. എന്നിട്ട് ഖിയാമത്ത് നാൾ വരെയുമുണ്ടല്ലോ അവന് വേണ്ടിയുണ്ടല്ലോ പാവപൊറുക്കലിനെ തേടുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താണ്? അല്ലാഹു അവനെ ഇഷ്ടപ്പെടും. അവനെ അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത്ര വലിയ സ്ഥാനമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ജീവിതത്തില് അവൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന്റെ ജീവിതത്തിൽ നൽകുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ടല്ലോ മനസ്സമാധാനം നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൽ വിശ്വാസത്തോടുകൂടി ഒരു മനുഷ്യൻ ഭരമേൽപ്പിച്ച് മുന്നോട്ട് ജീവിച്ചാൽ അവന് മനസ്സമാധാനമല്ലേ ലഭിക്കുന്നത്? അതവന് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ മുഅ്മിനീങ്ങളെ? ശപിക്കപ്പെട്ടവനായ പിശാചുണ്ടല്ലോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, തീർച്ചയായും നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് ഇബ്ലീസ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ
സുബ്ഹാനഹു വ തആല പറയുമ്പോ അവന്റെ ഉപദ്രവത്തിൽ നിന്നുണ്ടല്ലോ അല്ലാഹു ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്നതാ. ജീവിതത്തിലുണ്ടല്ലോ വിശ്വാസത്തോടുകൂടി അവൻ എല്ലാ കാര്യങ്ങളും നാഥനായ റബ്ബിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ അവന്റെ ജീവിതത്തിൽ നൽകുന്ന മൂന്നാമത്തെ പ്രതിഫലമുണ്ടല്ലോ ആ ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് വഴി പിഴപ്പിക്കുന്നതിന് വേണ്ടി ഇബ്ലീസ് പണിയെടുക്കുന്നതെന്നറിയുമോ? ഒരു മനുഷ്യനുണ്ടല്ലോ മരണസന്നിധിയിലെ കിടക്കുകയാ, അവന്റെ റൂഹ് പിരിയാന് ഇനി കുറച്ച് സമയം കൂടിയുള്ള മുഅ്മിനീങ്ങളെ, ആ സമയത്തും അവന്റെ വിശ്വാസത്തിലുണ്ടല്ലോ അവന്റെ വിശ്വാസത്തെ തട്ടിത്തെറിപ്പിക്കാൻ അതാ ഇബ്ലീസ് കടന്നു വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറയുമ്പോ എന്താണെന്നറിയുമോ? എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയുമോ? ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ മരണപ്പെടാറുള്ളവരാണ്. ഈ ഭൂലോകത്തിൽ നിന്ന് നമുക്കൊരു അന്ത്യമുണ്ട് മുഅ്മിനീങ്ങളെ. ആ സമയത്തുണ്ടല്ലോ ഇബ്ലീസ് കടന്നു വരുന്നതാണ്. എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയുമോ? നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ പൊന്നുപ്പയുടെ രൂപത്തില്, പൊന്നുമ്മയുടെ രൂപത്തിലേക്ക് അവൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരികയാ. നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് മരണപ്പെട്ടു പോയാ നമ്മുടെ പൊന്നു മക്കളുണ്ടെങ്കിൽ ആ പൊന്നു മക്കളുടെ രൂപത്തിലേക്ക് അവൻ കടന്നു വരികയാ മുഅ്മിനീങ്ങളെ. എന്നിട്ടുണ്ടല്ലോ അവൻ പറയുന്നതാ, നമ്മുടെ വിശ്വാസമുണ്ടല്ലോ ശരിയായിരുന്നില്ല, ഇത് ശരിയായ മതമല്ലായിരുന്നു, ഇതിൽ നിന്ന് നീ വ്യതിചലിച്ചു പോകണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അവൻ പണിയെടുക്കുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്തൊക്കെ നമുക്ക് രക്ഷ വേണം മുഅ്മിനീങ്ങളെ. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുക, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹു അവന്റെ റസൂലും പറഞ്ഞതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക. അവന്റെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിന്റെ ശർറ് അല്ലാഹു മാറ്റി തരുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നാലാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അവന്റെ ജീവിതത്തില് അല്ലാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ടവൻ ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന നാലാമത്തെ അനുഗ്രഹം എന്താണെന്നറിയുമോ? നല്ല ഉപജീവനമുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ എന്തിനേറെ പറയണം മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നീ ദുനിയാവിൽ ജീവിച്ചാൽ ഏതുപോലെയാണ് അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതെന്നറിയുമോ? പ്രഭാതത്തിലുണ്ടല്ലോ ഒട്ടിയ വയറുമായിട്ട് ഒരു പക്ഷി പറന്നു പോവുകയാ. അതായത് വൈകുന്നേര സമയമായപ്പോ അതിന്റെ വയറ് നിറഞ്ഞുകൊണ്ട് അത് കൂട്ടിലേക്ക് കയറുന്നില്ലേ? അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ അഞ്ചാമത്തെ അനുഗ്രഹം എന്താണെന്നറിയുമോ? അല്ലാഹുവിന് ഭരമേൽപ്പിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ നിനക്ക് ലഭിക്കും
ലഭിക്കുന്ന അഞ്ചാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലുമുണ്ടല്ലോ പിടിച്ചു നിൽക്കാൻ ശക്തി അല്ലാഹു നിനക്ക് നൽകുമെന്ന് ആഗ്രഹമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുമ്പോ എന്തിനേറെ പറയണം പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആരാ പ്രിയമുള്ളവരെ? നമ്മുടെയൊക്കെ ഉമ്മയായ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹായ്ക്ക് അതായത് ഒരു വലിയ പരീക്ഷണം ജീവിതത്തിൽ നേരിടേണ്ടി വന്നില്ലേ? ഒരു സഹാബിയുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുവെന്ന് അതായത് സത്യനിഷേധികൾ പറഞ്ഞൊപ്പിക്കുമ്പോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ഉണ്ടല്ലോ, അവിടുന്ന് അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കിയില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അതിലൂടെ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് അവിടുന്ന് മോചനം ലഭിക്കുമ്പോ അവിടുന്ന് ഉണ്ടല്ലോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പിടിച്ചു നിന്നത് എന്താണെന്നറിയുമോ? ജീവിതത്തിൽ എല്ലാവരും കൈയൊഴിഞ്ഞു, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവിടുന്ന് കൈയൊഴിഞ്ഞില്ലേ പ്രിയമുള്ളവരെ? ഏതെങ്കിലും ഭാര്യമാർക്ക് സഹിക്കാൻ കഴിയുമോ? ഞാൻ ചെയ്യാത്തൊരു കുറ്റമുണ്ടല്ലോ, അതിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്റെ ഭർത്താവ് പോലും എന്നെ മോശക്കാരിയായി കാണുന്നത് ഏതെങ്കിലും സഹോദരിമാർക്ക് സഹിക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ചെയ്യാത്തൊരു പാപത്തിന്റെ പേരില് നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും നമ്മെ ക്രോശിക്കുമ്പോ നമുക്ക് വേദന തോന്നാറില്ലേ പ്രിയമുള്ളവരെ? ഇത് എത്രമാത്രം വലിയ പരീക്ഷണമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലോ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ഉണ്ടല്ലോ ജീവിതത്തിൽ പിടിച്ചു നിന്നത് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടുകൂടി അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചതുകൊണ്ടാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ തവക്കുൽ എന്ന് പറയുന്ന കാര്യം നമ്മൾ വിട്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ ജീവിക്കരുത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അല്ലാഹുവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു താക്കോലാണ് തവക്കുൽ എന്ന് പറയുന്നത്. വിശ്വാസത്തോടുകൂടി ഏതൊരുവൻ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചാൽ അല്ലാഹു അവനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതിന് അല്ലാഹു മതിയായവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും. അതുപോലെ തന്നെ ഇനി ആറാമത്തെ പ്രതിഫലം എന്താണെന്ന് അറിയുമോ? ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഉമ്മത്തി മുഹമ്മദിന്റെ സന്മാർഗ ദർശനത്തിനായി ഭൂലോകത്തേക്ക് കടന്നു വന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ജീവിതത്തിൽ നിങ്ങൾ അല്ലാഹുവിലുണ്ടല്ലോ വിശ്വാസത്തോടുകൂടി ഭരമേൽപ്പിച്ചാൽ അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ആറാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? ഏത് സമയത്തുമുണ്ടല്ലോ അല്ലാഹുവിന്റെ സഹായം അവനിൽ ഉണ്ടാകുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ ഏഴാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? അവന്റെ ജീവിതത്തിലുണ്ടല്ലോ അവന്റെ മരണാനന്തര ജീവിതമുണ്ടല്ലോ, അവൻ മരണപ്പെട്ടവന്റെ മയ്യത്തെല്ലാം കുളിപ്പിച്ച് ആരുടെ മണ്ണിലേക്ക് കൊണ്ടവന്റെ മയ്യത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് എല്ലാവരും ഓരോ പിടി മണ്ണ് വാരി സലാം പറഞ്ഞു പോകുമ്പോ അവിടെ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ആളെ മനുഷ്യനുണ്ടല്ലോ
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറാവൻ സഭയുണ്ടല്ലോ, ആർക്കും പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകൾ കൊണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകുകയാണ്. അവർ ആരാണെന്നറിയുമോ? അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗം ആർക്കാണ് അല്ലാഹു നൽകുന്നതെന്നറിയുമോ? ഈ ദുനിയാവിൽ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ നൽകുന്ന ഏഴാമത്തെ പ്രതിഫലമുണ്ടല്ലോ, അത്